സംസാരം ടിവിയിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? നല്ലൊരു സ്പെഷ്യൽ വിഭവമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ എല്ലായിടത്തും വീട്ടിലും തക്കാളിയുണ്ട്. അപ്പോൾ തക്കാളി ഉപയോഗിച്ച് നല്ലൊരു തക്കാളിക്കറിയാണ് ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കൊടുത്ത് ഉച്ചയ്ക്ക് ലഞ്ചിന് കൂടുതലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ തരത്തിലുള്ള നല്ലൊരു തക്കാളിക്കറിയാണ് ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കൊറോണ സമയമൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ആ ഒരു ബുദ്ധിമുട്ടിലായിരിക്കും. അപ്പോൾ നമ്മൾ തക്കാളി മേടിക്കാത്ത വീടുകൾ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ തക്കാളി ഉപയോഗിച്ച് വെറൈറ്റി ആയിട്ടൊരു രീതിയിലുള്ളൊരു തക്കാളിക്കറിയാണ് ഞങ്ങളിവിടെ തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ ഞങ്ങളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തയ്യാറാക്കി നോക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊരല്പം കടുകിട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2 ടീസ്പൂൺ ഉഴുന്ന്, ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കൂടുതലൊരു 5 അല്ലി വെളുത്തുള്ളി. വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ 2 വെളുത്തുള്ളി കൂടുതൽ ഇട്ടതെങ്കിൽ തന്നെ കൂടുതൽ ടേസ്റ്റി ആവുകയുള്ളൂ. അപ്പം ഇവിടെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു 3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 2 മീഡിയം സൈസ് സവോള നീളത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വാടുന്ന വരെ ഇളക്കാം. സവാള കൂടെ ഒരു അല്പം ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് ഒത്തിരി വാടണ്ട, തക്കാളി അതുകൊണ്ട് കുറച്ച് വാടിയാൽ മതി. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് 4 തക്കാളി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് വേവിച്ചെടുക്കാം. നമുക്ക് വെള്ളം ഒട്ടും ചേർക്കണ്ട. തക്കാളിയിലെ വെള്ളം നന്നായിട്ട് ഇറങ്ങി അത് വെന്തോളും. ഇപ്പം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമ്മൾ തക്കാളിക്ക് ഒന്ന് വെന്തോന്നും തുറന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ തക്കാളിയുടെ ഭാഗത്തുനിന്ന് തന്നെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി തക്കാളി ഏകദേശം വെന്തിട്ടുണ്ട്. ആ ഉഴുന്നിൻ്റെ ഒക്കെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് അല്ലേ? നല്ലൊരു മണമില്ല. പെരിഞ്ജീരകവും സവോള തന്നെ നന്നായിട്ട് വെന്തുടഞ്ഞ് കഴിയുമ്പോൾ തന്നെ നല്ലൊരു കൊഴുപ്പൊക്കെ ഉണ്ടാവും. തക്കാളിയൊക്കെ ഏകദേശം ഇവിടെ വെന്തിട്ടുണ്ട്. മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇവിടെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി. അത് കുരുമുളക് പൊടി ചേർക്കുന്നതുകൊണ്ടാണ് നമ്മൾ 2-3 പച്ചമുളക് ചേർത്തേക്കുന്നത്. അപ്പോൾ കുരുമുളകിൻ്റെ എരിവൊക്കെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് ഇവിടെ പച്ചമുളക് കുറച്ചത്. കൂടെ തന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. നമ്മുടെ കറിക്കൊക്കെ നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയാണ്. അതുകൂടി ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആ ചെറിയ തീയിൽ തന്നെ ഇട്ട് വേവിച്ചാൽ മതി. ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ചാൽ ചിലപ്പോൾ പെട്ടെന്ന് അടിയിലൊക്കെ പിടിക്കും. തക്കാളി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ. നല്ല പഴുത്ത തക്കാളിയാണെങ്കിൽ ശരിക്കും വെന്തുടയും കേട്ടോ.
അപ്പോൾ എല്ലാ മസാലപ്പൊടികളെല്ലാം നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് എത്രത്തോളം വെള്ളം വേണോ അത്രയും ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ചൂടുവെള്ളമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നമ്മളിതെല്ലാം വെന്തിരിക്കുന്നതുകൊണ്ട് ചൂടുവെള്ളം ചേർക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഉപ്പൊക്കെ നോക്കി കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്നുകൂടി നമുക്ക് മൂടി വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. തക്കാളിക്കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഉപ്പൊക്കെ ഒന്ന് നോക്കാം. നമുക്ക് എന്നിട്ട് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ ഉണ്ടല്ലേ, എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരല്പം മല്ലിയിലയും കൂടെ ചേർത്ത് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല എളുപ്പമാണ്, ഈസി ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തക്കാളി എല്ലാ വീട്ടിലും ഉണ്ടാവില്ല. മിക്ക വീടുകളിലും നമുക്ക് തക്കാളി എപ്പോഴും മേടിക്കാൻ പെട്ടെന്ന് തന്നെ നമുക്ക് മേടിച്ചുകൊണ്ട് വരാൻ പറ്റിയൊരു സാധനം. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്തിൻ്റെ കൂടെ ഒന്ന് കൂട്ടാൻ പറ്റിയ നല്ലൊരു കറിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായി നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഞങ്ങൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. ബൈ.